الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالقوة الوثقى لا انفصام لها والله سميع عليم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون صدق الله العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അല്ലാഹുവിന്റെ പ്രീതി അതായത് സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഹുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അവധിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരം സന്ദർഭത്തിൽ സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാത്തവരെയും ഒക്കെ ഇസ്ലാമികമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ ഹിക്മത്തോടുകൂടി ബന്ധപ്പെടുവാൻ ഇടപെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതായിട്ട് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി ഈ ദുനിയാവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, വമൽ ഹയാത്തി ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് അധികം ആളുകൾക്കും വഞ്ചനാത്മകമായ ഒരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അധിക ജനങ്ങളും ദുനിയാവിൽ ലയിച്ചു ചേരും. അതിലൊന്ന് സകല പ്രാധാന്യവും അതിൽ കൊടുത്തു കളഞ്ഞ് യഥാർത്ഥ ആത്മാവിന് ഒരു വിധവും കൊടുക്കാൻ സാധ്യമല്ലാത്ത വിധം അധവദിച്ചു പോകും എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ മനോമുഖത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഈ ദുനിയാവ് ആഖിറത്തെ അപേക്ഷിച്ച് നിങ്ങൾ കടലിൽ വിരൽ മുക്കി ഉയർത്തിയതുപോലെയാണ്. കടലിൽ നിങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പ് കൊണ്ടൊന്ന് മുക്കി എടുത്ത് ഉയർത്തി പിടിച്ചാൽ ആ വിരൽ തുമ്പിൽ
ഒരിറ്റ് വെള്ളം ഇങ്ങനെ ഇറ്റാൻ നിൽക്കുന്ന ഒരവസ്ഥ. ആ തൂങ്ങി നിൽക്കുന്ന വെള്ളമാണ് ദുനിയാവ് എന്നും നിങ്ങൾ കൈയിട്ട കടലാണ് പരലോകമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇത് ഈ അർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു വിശ്വാസിയായി ഹിദായത്ത് ലഭിച്ചവനായി മാറുകയും. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സങ്കല്പം പറഞ്ഞതല്ല. അത് നബി അലൈഹി സ്വലാം മുതലുള്ള കാലഘട്ടം, ഇനി അന്ത്യനാൾ വരേക്കുമുള്ള കാലഘട്ടം, അത് തന്നെ സുദീർഘമായ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ച 100 വർഷം, 100 വർഷമൊന്നും ജീവിച്ചു കൊള്ളണമെന്നില്ല. ആ ഏതാനും വർഷങ്ങൾ ഒരു മറിമറിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാലഘട്ടത്തോടു കൂടി അറ്റമില്ലാത്ത പരലോകം ചേർക്കും. പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത പരലോകം ചേർത്ത് 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 അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു തുള്ളി പോലും ഇല്ലാത്ത ഒരവസ്ഥ. നമ്മളുടെ ഈ ജീവിച്ച കാലഘട്ടം ഒരു തുള്ളി പോലും ഇല്ലാത്ത ഒരവസ്ഥ വരിക തന്നെ ചെയ്യും. ഇതാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ തുള്ളി പോലും ഇല്ലാത്ത ഈ ദുനിയാവിലെ കാലഘട്ടം, ആ ഒരിക്കലും അവസാനിക്കാത്ത ആ കാലഘട്ടത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയാൽ അവരാണ് ഹിദായത്ത് നേടിയവർ, അവരാണ് ബോധമുള്ളവർ. ഇത് സാധിക്കാത്ത പോയ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ അസ്ഫല സാഫിലീൻ എന്നാണ്. മൃഗങ്ങളെക്കാളും തരംതാഴ്ന്നു പോയ ഒരവസ്ഥയാണ്, ബുദ്ധി കൊടുത്തിട്ടും. മാത്രമല്ല ഉലായികൽ അൻആം എന്ന് വിശുദ്ധ ഖുർആൻ ബൽഹും അദല്ലിസ് സബീൽ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ മൃഗങ്ങളെക്കാളും തരംതാഴ്ന്നു പോയവനാണ്. മൃഗത്തിന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തിരിഞ്ഞില്ല, പക്ഷെ ബുദ്ധി ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു മരണം വരാനുണ്ട് എന്നും ഇതൊരു തുച്ഛമായ കാലഘട്ടമാണ് എന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ 100 കൊല്ലം ജീവിച്ചതിന് എന്നിട്ടോ എന്നൊരു ചോദ്യം, അതിനുശേഷം എന്ത് എന്ന് ആലോചിക്കുവാനുള്ളതാണ് എന്നും. ഇവിടെ നമുക്ക് ഒരുപാട് അത്താണികളുണ്ട്, സഹായികളുണ്ട്. പക്ഷേ ഒരു സഹായമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഖബറിൽ? ആ ഖബറിൽ ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ വിശേഷ ബുദ്ധി ഉപയോഗിക്കാത്ത മനുഷ്യനെ പിന്നീട് എന്താണ് പറയേണ്ടത്? അതുകൊണ്ടാണ് മൃഗത്തെക്കാളും തരംതാഴ്ന്നു പോയവരാണ് എന്നവനെ കുറിച്ച് പറയാൻ കാരണം. 3 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ബുദ്ധിമാനായി മാറുന്നത്. ഒന്നാമത്തത് എവിടുന്ന് വന്നു എന്നതിന് അവൻ ഉത്തരം കണ്ടെത്തണം. എന്നിട്ട് അതിനോട് പ്രതികരിക്കുകയുമാണ്. ഉത്തരം കണ്ടെത്തി അങ്ങനെ തള്ളിക്കളഞ്ഞ് നടക്കുക എന്നതല്ല. എവിടുന്ന് വന്നു ഞാൻ? എന്റെ കണ്ണ് ആര് നൽകി? എന്റെ കാതും കയ്യും കാലും ആരോഗ്യവും എന്റെ ഭൂമിയും എന്റെ മാതാപിതാക്കളും എന്റെ ജീവിത സംഗതികളും ഒക്കെ തീരുമാനിക്കുന്നവൻ ആരാണ്? ആ ശക്തി, ആ പ്രകൃതി ശക്തിയാണെങ്കിൽ ആ ശക്തിയാണ് എന്റെ ദൈവം, അതാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കി അവനോട് പ്രതികരിക്കുവാൻ സാധിക്കണം. രണ്ടാമത് എന്തിനു വന്നു, എവിടുന്ന് വന്നു എന്നത് കഴിഞ്ഞാൽ എന്തിനു വന്നു, എന്തിനാണ് ഈ അവസരം നൽകിയത്? കുറെ തിന്നാനും കുടിക്കാനും ഭോഗിക്കുവാനും അധികാരം ചമയാനും അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിട്ടാണോ ഇത് നൽകിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് ലഭിക്കേണ്ടതില്ലേ? എന്തുകൊണ്ട് ലഭിച്ചില്ല? അതുകൊണ്ട് അതല്ല, എന്തിനോ ആണെങ്കിൽ അതെന്തിന്, അതാണ് അത് കണ്ടെത്തി അതിനോട് പ്രതികരിക്കുവാൻ സാധിക്കണം. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു. മതിലിടിഞ്ഞ് 8-9 ആളുകളൊക്കെ മരിച്ചു, മതിലിടിഞ്ഞു. ആ മതിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, ഒരുപാട് സാധ്യതകളൊക്കെ നമുക്കും ബിൽഡിംഗ് തന്നെ അവരുടെ മുകളിലൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് മരിച്ചില്ല? അവരെന്തുകൊണ്ട് മരിച്ചു? ഇതാരാണ് നിർണയിക്കുന്നത്? അതിനുശേഷം എന്ത്? അതിനുശേഷം എന്ത്? എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി അതിനോട് നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റും, വിശേഷ ബുദ്ധിയുള്ളവരെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോ ഈ റോഡിൽ ഒരാളെ കണ്ടു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എനിക്കറിയില്ല എന്ന് പറയുന്നു. നിങ്ങൾ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? ഈ സ്ഥലം എവിടേക്ക് വന്ന് എവിടെയാണ് നിങ്ങളിപ്പോ ഉള്ളതെന്ന് അറിയുമോ? അപ്പോഴും പറയും എനിക്കറിയില്ല എന്ന്. നിങ്ങൾ എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത്? അവന് ബുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന് ഉറപ്പില്ല, ഞാൻ ഇവിടുന്ന് പറയുന്നത് കമ്മനാളിയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പല കൗലുകളും അഭിപ്രായങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അത് കോൾസ്മാർക്കാണെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പല അഭിപ്രായങ്ങളും. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല, എനിക്കതിലൊന്നും ഒരു താല്പര്യവുമില്ല. നിങ്ങൾ എവിടേക്കാണ് പോകാറുള്ളത്? അതിനൊരു സ്ഥലം പറഞ്ഞ് അത് അവിടേക്കാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുറിച്ചും എന്താണ് നമ്മൾ പറയുക? വിവരം കെട്ടവനെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മാനസികമായി തകരാറ് ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയോഗങ്ങൾ പ്രയോഗിച്ചത്. ഞാൻ തന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് കണ്ടെത്തണം. മാത്രമല്ല പ്രവാചകന്മാരെ എന്തിനാണ് പ്രയോഗിച്ചത്? പ്രവാചകന്മാരിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതിനോട് നീതി പുലർത്തണം. ഇവിടേക്കാണ് പോകുന്ന ആഖിറത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ആഖിറം എന്താണെന്ന് കണ്ടെത്തി അവിടേക്ക് വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ ശേഖരിച്ച് അതിനോട് ഉത്തരം ചെയ്യണം. അത് സാധ്യമില്ലെങ്കിൽ നഷ്ടത്തിലാണ്. നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ നിങ്ങൾ കാണുന്നില്ല എന്നതാണ് സത്യം. എന്റെ ശരീരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്തുള്ളവരാണ് ഞാൻ. ആ അകത്തുള്ളവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എവിടേക്കാണ് പോകുന്നതെന്ന് തന്നെ അറിയണമായിരുന്നു. ശരീരം എവിടെ ഉപേക്ഷിച്ച് അയാൾ പോയി, അത് ജീവൻ പോകലല്ല, ജീവനൊപ്പം പോകുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ജീവനൊപ്പം പോകുന്നില്ല, ജീവനല്ല പോകുന്നത്, ഈ മനുഷ്യനാണ് പോകുന്നത്. ജീവൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അയാളുടെ കിഡ്നി വേറൊരാൾക്ക് വെക്കാൻ പറ്റും. ആ മനുഷ്യൻ ഉടനെ എടുത്തു വെക്കുകയാണെങ്കിൽ അയാളുടെ കണ്ണും അതേപോലെ കരളുമൊക്കെ മറ്റൊരാൾക്ക് വെക്കാൻ പറ്റും. കാരണം ജീവൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഈ പോകുന്ന ആത്മാവ്. മാത്രമല്ല 4 മാസമാകുമ്പോഴാണ് ഇയാൾ ഇതിലേക്ക് വരുന്നത്. ഗർഭാശയത്തിൽ 4 മാസമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് 4 മാസം കഴിഞ്ഞാൽ അബോർഷൻ പ്രയാസമാണ്, കഴിയില്ല, പറ്റില്ല എന്നൊക്കെ പറയാനുള്ള കാരണം. അപ്പോൾ ആ അർത്ഥത്തിൽ വരുന്നതും പോകുന്നതും ഈ ആത്മാവ് ആരാണെന്ന് പഠിക്കുവാൻ ബുദ്ധി കാണിക്കണം. അതാണ് ആത്മീയമായ ലോകം. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയോ ചെയ്യാതെ ഈ ശരീരത്തിൽ, അത് കൂടിയിരിക്കുന്ന ശരീരത്തിന് വേണ്ടി മാത്രം പഠിക്കുകയും, അതാണ് MBBS എന്ന് പറയുന്നത്. ആ ശരീരത്തിന് വല്ല രോഗവും വന്നാൽ അത് ചികിത്സിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസമായി കാണുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് വീടും സൗകര്യങ്ങളും, ഈ ശരീരത്തിന് കിടക്കാനുള്ള സൗകര്യങ്ങളും അതുപോലുള്ള റൂമും ബിൽഡിങ്ങുകളും നിർമ്മിക്കുന്ന പ്ലാനിംഗ് ആണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലുള്ള അവരുടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിന്റെ പേരാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ IAS-ഉം IPS-ഉം എന്താണ്? ഇതിന് സുഖമായി ഭരിക്കാൻ ഭരണ സംവിധാനങ്ങൾ ഒരുക്കി, രാഷ്ട്രീയ മേഖലയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുവാനുള്ള സംവിധാനത്തിന്റെ പേരാണ് IAS-ഉം IPS-ഉം. പക്ഷേ ഈ ശരീരത്തിന് കുടിയിരുത്തപ്പെട്ട അകത്തുള്ളവന് വേണ്ടി എന്ത് ചെയ്തു? ഇതാണ് പ്രവാചകന്മാർ ചോദിക്കുന്നത്. അകത്തുള്ളതല്ലേ യഥാർത്ഥ ആത്മാവ് എന്ന് പറയുന്നത്. അവന് വേണ്ടി നമ്മളുടെ മക്കൾക്ക് എന്ത് വിവരം കൊടുത്തു, എന്ത് വിജ്ഞാനം കൊടുത്തു? അവനങ്ങ് പോയി കഴിഞ്ഞാൽ ഉപേക്ഷിപ്പോകുന്ന ജഡത്തെ മാത്രം പരിഗണിച്ച് മണ്ണാവാനുള്ള ഈ ശരീരത്തെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കുകയും അതിന് ബിൽഡിങ്ങും സംവിധാനങ്ങളും കെട്ടിടങ്ങളും അതേപോലെ സുഖഭോഗ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നേടിക്കൊടുത്തു. പക്ഷെ അതിനകത്തുള്ള ആ കുഞ്ഞിന്റെ കാര്യത്തിൽ, യഥാർത്ഥാത്മാവിന്റെ കാര്യത്തിൽ നടപടിയെടുക്കാതിരിക്കുക വഴി അതത്രേ പ്രകടമായ നഷ്ടം. അതാണ് കബറിടം മറന്നുപോയത്. അതുകൊണ്ട് ഈ ഒരു സത്യത്തിന്റെ മുന്നിൽ കണ്ടുറക്കാനുള്ള സമയമാണ് അവധിക്കാലം. 10 മാസം കുട്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ് 1-ാം സ്ഥാനം. മദ്രസ ഒരു സൈഡ് മാത്രമാണ്. അതും ഇല്ലാത്ത ആളുകളുമുണ്ട്. അത് വേണ്ടത് വെക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ നമുക്കിടെ മുസ്ലിം സമുദായത്തിന്റെ അകത്തുണ്ട്, അകത്തുൾപ്പെടെയുണ്ട്. ആ ഒരു മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർ ഷെഡിലുള്ള പരിപാടിയാണ്. അതായത് ഒരു വെയിറ്റിംഗ് ഷെഡ്. അതായത് സ്കൂളിലെ ബസ് വരുന്നത് വരെ ഈ കുഞ്ഞിന് ഇരിക്കാനുള്ള സ്ഥലം. ബസ് വന്ന് ഓടടിച്ചു കഴിഞ്ഞാൽ ഉസ്താദിനോട് പോലും ചോദിക്കാതെ ഇറങ്ങി പോകുന്ന കുട്ടികളുണ്ട്. കാരണം ചോദിക്കേണ്ടതില്ല എന്ന് മക്കള് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കാരണം സ്കൂളിലാണ് 1-ാം സ്ഥാനം. രാവിലെ മുതൽ വൈകുന്നേരം വരെ മകൻ പഠിക്കേണ്ടത് സ്കൂളിലാണ്. അത് 7 മണിക്കാണ് തുടങ്ങി, 7 മണിക്ക് അവൻ പോകണം. അതിന് മദ്രസ നഷ്ടപ്പെട്ടാലും ഈ ആത്മീയമായ വിദ്യാഭ്യാസം കുറച്ചേ ഉള്ളൂ. ആ ഉള്ളത് പോലും നഷ്ടപ്പെട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല എന്ന നിലയിൽ ആ നിലവാരത്തിൽ 10 മാസം ഉൾപ്പെടെ അതിന് വിട്ടുകൊടുത്തിട്ട് ആ 2 മാസത്തെ അവധിക്കാലം ഒന്ന് ഈ ദീനിന്റെ മാർഗത്തിലേക്ക് കുട്ടികളുമായി തിരിയണമെന്ന് പറഞ്ഞാൽ അതിന് പോലും സാധ്യമല്ലാതെ വന്നിട്ടുണ്ട് എങ്കിൽ, കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്തേ പറ്റൂ. ഈ കാലഘട്ടമെങ്കിലും കുട്ടിയെ ചേർത്ത് വെച്ച് നിർത്തിയിട്ട് ആത്മാവിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുവാൻ, എന്നിട്ട് എന്തിനാണ് നിന്റെ ജീവിതം എനിക്ക് നൽകിയത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ബൈബിളില് ആകെ ഒരു പ്രാർത്ഥനയെ യേശുക്രിസ്തുവിൻ്റെതായിട്ട് ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അതൊക്കെ പോയി. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്, അതൊക്കെ പോയി. വേറെ ഒരു CC സൈമൺ മാഷ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ക്രൈസ്തവ പാതിരിയെയും ഉയർന്ന പാതിരിയെയും ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ബൈബിളും ഇസ്ലാമിനെയും വേർതിരിച്ച് മനസ്സിലാക്കി അദ്ദേഹം പറയുകയാണ്, ഒരേ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ യേശു പ്രാർത്ഥിച്ചതായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിൽ ഉള്ളൂ. ബാക്കിക്കായി ഔസേപ്പും യോഹന്നാനും മത്തായിയും അതുപോലുള്ള ആളുകളൊക്കെ ഇവിടെ ഒക്കെ സുവിശേഷങ്ങളാണ്. ഇതിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? യേശു പ്രാർത്ഥിക്കുന്ന മത്തായി 6-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലാഹുവോടുള്ള പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ ഭൂമിയിൽ, ഭൂമിയിൽ അങ്ങയുടെ നാമം പൂജിതമാവണമേ. അല്ലാഹു എന്നത് പൂജിക്കപ്പെടുന്ന, എല്ലാം കൊണ്ടും ഉയർത്തി നിർത്തപ്പെട്ട, എല്ലാ ദീനിന്റെയും മുകളിൽ അവൻ ഉയർത്തി നിർത്തപ്പെട്ട ഒരവസ്ഥ ഈ ഭൂമുഖത്ത് ഉണ്ടാക്കി തരണമേ എന്നാണ്. പൂജിതമാകണമേ, ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അവൻ നിന്റെ വാചനം, നിന്റെ നാമം ഉയർത്തപ്പെടുന്ന ഒരവസ്ഥ ഈ ഭൂമുഖത്ത് ഉണ്ടാക്കി തരണമേ. മാത്രമല്ല അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. താമത്തുദ്ദീൻ ഹുകുമത്തെ ഇലാഹി, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കുറച്ചില്ല. കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, തീവ്രവാദമാണ്. ഹുകുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ തീരെ പറയാൻ പറ്റാത്ത ഒരു വാക്കാണ്. അറബിയ എന്ന് മാത്രമേ ഉള്ളൂ, ദൈവരാജ്യം നിലനിർത്തുള്ളൂ. ദൈവത്തെ അങ്ങയുടെ രാജ്യം വരയണമേ, ദൈവികമായ രാജ്യം ഈ ഭൂമുഖത്ത് വരയണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കി തരണമേ. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹിതമാണ് നടക്കുന്നത്, അത് അല്ലാഹു തീരുമാനിക്കുന്നത്. അവിടെ പിന്നെ പരീക്ഷണമോ ഒന്നുമില്ല. അവിടെ ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിന്റെ ഇച്ഛകള് ഇവിടെ നടത്തപ്പെടുന്ന ഒരവസ്ഥ. സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കി തരണമേ. എന്നിട്ടാണ് പറയുന്നത്, നോക്കൂ നിങ്ങൾ, ഇതൊരു വലിയ ബാധ്യതയാണ്. വിശ്വാസി സമൂഹം ഒന്നിച്ച് പ്രവാചകന്മാരൊക്കെ ഒന്നിച്ച് നിർവഹിക്കാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ അതിന്റെ പൂർത്തീകരണം വരുത്തി കാണിച്ചു തന്ന സെന്നാ മുതൽ ഹദ്റമൗത്ത് വരെ അർദ്ധരാത്രി സുന്ദരിയായ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് സഞ്ചരിക്കാവുന്ന നിർഭരണം അല്ലാഹുവിന്റെ നിയമങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉയർത്തപ്പെട്ട ഒരവസ്ഥ, ആ അർത്ഥത്തിൽ കാണിച്ചു തന്ന അവസ്ഥ, അത് പ്രാവർത്തികമാക്കലാണ് മോനെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു രാജ്യ സംവിധാനം ഇവിടെ ഒരുക്കുക എന്നതാണ് സകലത്തിന്റെയും ഉദ്ദേശം. സൃഷ്ടിപ്പിന്റെ തന്നെ ലക്ഷ്യം അതാണ്. ഇവിടെ പറഞ്ഞത്, എനിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, അതിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യനോട് പറഞ്ഞത്, മനുഷ്യനോട് പ്രതിജ്ഞ ചെയ്യാൻ പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, അതിലൊരു പങ്കും ചേർക്കില്ല. ഒരാശയവും മറ്റൊരുത്തന്റെ ആശയത്തെ ഞാൻ അതിന് പങ്കു ചേർക്കുകയില്ല. വമാ അന മിനൽ മുസ്ലിമീൻ, ഞാൻ പൂർണ്ണമായും വിധേയനാണ്, പരിപൂർണമായും എന്റെ ജീവിതമാകുന്ന മുഖം നിന്നിലേക്ക് തിരിച്ചു വെച്ചവരാണ് എന്ന് 5 നേരം പോയി സത്യപ്രതിജ്ഞ എടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല മനുഷ്യനെ ഖലീഫയായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു പ്രഖ്യാപിച്ച് മലക്കുകളോട് പറഞ്ഞതാണ്, ഖലീഫ എന്റെ പ്രതിനിധി എന്നാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ. എന്റെ കാര്യം ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരുത്തന്റെ ആശയങ്ങൾ കൊണ്ടു നടക്കാനല്ല, ഏതൊരുത്തന്റെയും ആധിപത്യം കൊണ്ടു നടക്കാനല്ല. എന്റെ പ്രതിനിധി, ആ പ്രാതിനിധ്യം നിർവഹിക്കുന്ന ഒരവസ്ഥ അത് നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർവഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ ജനങ്ങളോട് കടപ്പെട്ടവരാണ്. ആ കടപ്പാട് നിർവഹിക്കുവാനുള്ള വീഴ്ചയും വന്നു കഴിഞ്ഞാൽ ഉടനെ യേശുക്രിസ്തു പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അർത്ഥവത്തായ വാക്യമാണ്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്. വല്ല കടവും വാങ്ങി അവർ തിരിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ വിട്ടുവീഴ്ച ചെയ്യണോ? ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തോളാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ നിർവഹിക്കാത്തതിന്റെ പേരിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടപ്പാട് എന്താണ്? അവിടുത്തെ രാജ്യം വരിക, അവിടുത്തെ നിയമം കൊണ്ടുവരിക, അവിടെ സ്വർഗത്തിലെ പോലെ അല്ലാഹുവിന്റേതായ വിധം ഇവിടെ കൊണ്ടുവരാനുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ ഞങ്ങളിൽ വന്ന വീഴ്ചകൾ നാഥാ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്കുള്ള ബാധ്യതകൾ, ഞങ്ങൾക്ക് നിന്നോടുള്ള ബാധ്യതകളിൽ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ. ഞങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനം ഈ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഏൽപ്പിച്ചിട്ട് ദൈവിക രാജ്യം പണിയാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് മുഖം തിരിച്ച് വേറെ പലതിലേക്കും പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൽ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോവുക. ഇതിന് വേണ്ടിയിട്ട് അത് എന്നതാണ് യാഥാർത്ഥ്യം.
ഇതൊക്കെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസം വേണ്ടതുണ്ട്. അതിന് IAS IPS ഒക്കെ വേണ്ടതുണ്ട്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് നീ പഠിക്കുന്നത്? ഇതൊക്കെ നിർവഹിക്കുവാനാണ്. എന്തിനാണ് നിന്നെ IAS അത് നിന്നെ ചേർത്തിരിക്കുന്നത്? അത് ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് എന്തിനാണ് ജോലി? നിനക്ക് എന്തിനാണ് വീട്? നിനക്ക് എന്തിനാണ് ഭാര്യ? നിനക്ക് എന്തിനാണ് കുട്ടി? ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് മാത്രം, നിന്നോട് മാത്രം. ഈ വിദ്യാഭ്യാസം അതാണ് കുഞ്ഞിന് ചെറുപ്പത്തിലെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജനിച്ചതിന് ശേഷം പോരാന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞും കുടുംബത്തിനു വേണ്ടി മുത്തഖീങ്ങളായാൽ മാത്രം പോരാ, മുത്തഖീങ്ങളുടെ ഇമാമായി ഞങ്ങൾ മാറ്റത്തക്ക രീതിയിൽ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി ആദർശത്തിന്റെ അടിത്തറയിൽ വിവാഹം കഴിച്ച് അങ്ങനെ ഗർഭിണിയാകുമ്പോൾ പ്രാർത്ഥിച്ച്, അതിനു മുമ്പും ശേഷവും ഒക്കെ പ്രാർത്ഥിച്ച് ബാങ്ക് കൊടുക്കണം, പ്രസവിച്ചന്ന് ഇഖാമത്ത് കൊടുക്കണം, പരിപൂർണമായ വിധേയത്വത്തിലേക്ക് കൊണ്ടുപോവാ. ഇടത് ചെവിയിൽ പരിപൂർണമായ സുജൂദിലേക്ക് കൊണ്ടുവാ പോലെ എന്ന് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വാപ്പ വിളിച്ച് അവസാനം അവരെ മയ്യത്ത് നമസ്കരിക്കുമ്പോ ആ അർത്ഥത്തിൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ എത്ര അർത്ഥവത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഹിമ കൊണ്ടും ജലം കൊണ്ടും ശുദ്ധമാക്കപ്പെട്ട് വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ അങ്ങട്ട് ശുദ്ധിയാക്കിയിട്ട് അവനെ കടഞ്ഞെടുത്ത് കൊണ്ടുപോ എന്നാണ് പറയുന്നത്. ശുദ്ധമാണ്, പോരായ്മ ബാക്കിയുള്ളത് ശുദ്ധിയാക്കിയിട്ട് അവൻ എടുക്ക് എന്റെ പിതാവിനെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അവന് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു യാത്രയക്കലാണ് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അത്രയും പ്രധാനപ്പെട്ടതാണ്. ജനിച്ച അന്ന് മുതൽ തുടങ്ങി മരിക്കുന്ന അവസാന നിമിഷവും മരിച്ചതിന് ശേഷവും ആവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് ഈ ബാധ്യത നിർവഹിക്കുന്നിടത്ത് ഞങ്ങൾക്ക് വരുന്ന വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങൾ നീ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തി ഈ ലക്ഷ്യത്തിൽ നിന്ന് എന്ന ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു കാര്യത്തിലും ഉണ്ടായി പോകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥന. തിന്മയിൽ നിന്ന് അതിന്റെ എതിർ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് തിന്മ എന്ന് പറയുന്നത്. അങ്ങനെ എതിരിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ട മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും അതുപോലുള്ള സംഗതികൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ വക്താക്കളായി അതിനൊക്കെ മുദ്രാവാക്യം വിളിച്ച് ജീവിതം മുഴുവനും തുലച്ചു കളയുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ സംഭവിപ്പിക്കരുത് എന്നാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല ബൈബിളിൽ തന്നെ ഇന്ന് അവശേഷിച്ച് കിടക്കുന്ന സംഗതി നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 34 വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മുൻപിൽ വെച്ച് മുസ്ലിങ്ങൾ പറയുമ്പോൾ ആ ഭീകരവാദമായി മാറുന്നത്. ഇതെങ്ങാനും പള്ളിയിലെ ചർച്ചിൽ വെച്ച് ഇത്തരം ശുദ്ധമായ തൗഹീദ് അവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവർ പ്രാവർത്തികമാക്കാൻ വരാത്തത് കൊണ്ട് വർത്തമാനം കൊണ്ട് തീരും അവരുടെ ഇടപാട്. എന്നാൽ വർത്തമാനം കൊണ്ട് തീർക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു? പ്രാവർത്തികമാക്കാതെ നിങ്ങൾ പ്രാർത്ഥനയിലും ദിക്റും ദുആയിലും ഓത്തിലും പാരായണത്തിലും എന്തുകൊണ്ട് നിങ്ങൾ ഒതുക്കുന്നു? പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ പറയുക എന്നത് അല്ലാഹുവിന്റെ ഏറ്റവും കോപകരമായ കാര്യമാണ്. പ്രവർത്തിച്ച് കാണിച്ചു തരണം. അതിന് ഹിജ്റ പോകണം, അതിന് ബദർ നടത്തണം, അതിന് ഉഹുദ് നടത്തണം, അതിന് ഖന്തഖും ഹുനൈനും ഒക്കെ നടത്തി റോമും സാമ്രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ കാഴ്ച ചെയ്തുകൊണ്ട് പ്രവാചകൻ പണിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തിയത്. ഇന്ത്യ ഉൾപ്പെടെ അതിലേക്ക് ആ അർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലേക്കും ആധിപത്യത്തിലേക്കും വന്നത്. അല്ലാതെ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രമോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു കൊണ്ടുവന്ന് കയറ് കെട്ടി താഴ്ത്തി കൊടുത്തതല്ല ഈ സ്ഥാനമാനങ്ങളും അവസ്ഥകളും. അതുകൊണ്ട് വെക്കേഷൻ സമയത്ത് നമുക്ക് റോളുണ്ടോ? മക്കളെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ മക്കളുടെ അടുത്തേക്ക് പറഞ്ഞെത്തേണ്ടതുണ്ടോ? അവരെ നമ്മുടെ മടിയിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് കാര്യഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ടോ? ഈ പറഞ്ഞ വർത്തമാനങ്ങൾ വെച്ചുകൊണ്ട് അതടുത്ത കൊല്ലം സാധിച്ചോളണമെന്നില്ല. അടുത്ത വെക്കേഷന് നമ്മളോ അവരോ ഇല്ലാതെയായി പോകാൻ ഇടയില്ലേ? അതുകൊണ്ട് ഗൗരവത്തോടു കൂടി കാണണം. നോക്കൂ, നിങ്ങൾ പിന്നെ ബൈബിളിൽ തന്നെ പറയുകയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-34 വരെയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തു പറയാൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാവരുത്. എന്താ ഞാൻ തിന്നതിനോട് അറിയിക്കഴിഞ്ഞാൽ ഇക്കാമത്തുദ്ദീനെന്നൊക്കെ പറഞ്ഞാൽ അറിയിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ഭക്ഷിക്കുക, എന്താ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവരുത്. ഈ ദൗത്യത്തിലേക്ക് ദൈവരാജ്യം പണിയാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോൾ ബേജാറാവേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പറയും ഭക്ഷണത്തെക്കാളും ജീവനാണ്.
ഭക്ഷണം കിട്ടിയെങ്കിലും മരിച്ചു പോലുള്ളൂ, ജീവൻ രക്ഷപ്പെടുമല്ലോ ഈ ദൗത്യത്തിൽ നിന്നാണ്. ഇതിൽ ഇറങ്ങിപ്പോയിട്ട് ജീവൻ രക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്ത് ഫലം എന്നാണ് ചോദിക്കുന്നത്. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കടപ്പുരയിൽ ശേഖരിക്കുന്നില്ല, അള്ളാഹു അവരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഇതിനിറങ്ങിയതിന്റെ എല്ലാവർക്കും ഇതിനിറങ്ങിയ വേറെ ചെയ്യേണ്ടതില്ലാമോ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നേരെ മറിച്ച് ഇതിന് ഒന്നാം സ്ഥാനം കൊടുത്തു എന്ന് കരുതി പക്ഷികളെ പോറ്റുന്ന അള്ളാഹു നിങ്ങൾക്കും നിങ്ങളിലേക്കും വരും. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തെറ്റിപ്പോറ്റുന്നുണ്ട്. കിളപ്പരെ അതെന്ത് ചെയ്യുന്നില്ല, അവയെക്കാൾ എത്രയോ വിലപ്പെട്ടവരല്ലേ നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ എന്ത് തിന്നും, എന്ത് ഭക്ഷിക്കും, എന്റെ കുട്ടിക്ക് എന്തായിരിക്കും, അവരുടെ ജോലി എന്തായിരിക്കും, സ്ഥാനമാനങ്ങൾ എന്താണെന്നൊക്കെ പേടിച്ചിട്ട് ഈ ഭാഗം പഠിപ്പിക്കാതെ ഇതിലേക്ക് സമയം കണ്ടെത്താതെ മുഴുവനും ഭൗതികമായ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചുവിടുമ്പോ അതിന്റെ പേരിൽ ഒരു ആയുസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവന് കിട്ടിയ ആയുസ് അത് മാത്രമേ ഭൂഗത്ത് നിലനിൽക്കുകയുള്ളൂ. ഇങ്ങനെ കുറെ ഉത്കണ്ഠപ്പെട്ട് അങ്ങനെ കുറെ നടപടി സ്വീകരിച്ചത് കൊണ്ട് കുട്ടിയുടെ ആയുസ് ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കുട്ടിയെ കഴിഞ്ഞാൽ 100 കൊല്ലം അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളർന്നെന്ന് നിങ്ങൾ നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, ഊർക്കൊലിക്കുന്നില്ല. സത്യമായി നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ല് കത്തിക്കാനുള്ളത്, കത്തിപ്പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ദഹിച്ചു പോകാനുള്ളതാണ്. ആ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അല്പവിശ്വാസികളെ, അല്പവിശ്വാസം നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഇതിലേക്ക് വരണമോ? അല്പവിശ്വാസികളാണ് പണി ചെയ്യുക. ഇതിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പടിയാവൂലെ ചിന്തിച്ചിട്ട് ഇറങ്ങാതിരിക്കുന്ന അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. നിങ്ങളെങ്ങാനും ഈ സംഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യം രൂപപ്പെടുത്താൻ ഉള്ള പണി കാമതുദ്ധി എന്ന് പറയുന്ന പ്രവർത്തനത്തിലേക്ക് നിങ്ങളെങ്ങാനും വന്നു കഴിഞ്ഞാൽ എപ്രകാരം നിങ്ങൾ അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കണം, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലാവരുത്. ആ പേടി നിങ്ങളെ പിടികൂടാൻ പാടില്ല. വിജാതീയരാണ് കേട്ടോ ഇവയെല്ലാം അന്വേഷിക്കുന്നത്. ഇന്നും ബൈബിളിൽ കിടക്കാണ് ദൈവരാജ്യം പണിയുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട്. അത് വിജാതീയരാണ്, ഇതിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോയ ആളുകളാണ്. ഇതൊക്കെ പേടിച്ചിട്ട് ഈ ദൗത്യവും ഈ പ്രവർത്തനവും അതിലേക്ക് കുടുംബത്തെയും സമൂഹത്തെയും തിരിച്ചുവിടുന്ന പണി നിർത്തിവെക്കുന്നത് അവരാണ്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയനായ പിതാവിന് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യമെന്ന് നിങ്ങളെക്കാളും അറിയുന്നവനാണ് സ്വർഗസ്ഥനായ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. അങ്ങനെ എല്ലാം അറിയാണ്. ആദ്യം നിങ്ങളല്ല, അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. എന്ത് രാജ്യം? അവന്റെ നീതി വരുന്ന രാജ്യം. ആ നീതിക്ക് വേണ്ടി പോപ്പൊന്ന് സംസാരിച്ചപ്പോഴേക്കും ഇളകുകയാണ് ട്രംപ് പോലുള്ള ആളുകളൊക്കെ. അല്പം ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. ഈ നീതിക്ക് വേണ്ടി ഒന്ന് പോപ്പിന് പോലും ഒരു മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭൗതികത അവരെ വരിഞ്ഞു മുറുക്കി. സൗദി അറേബ്യ ഉൾപ്പെടെ, ഇസ്ലാമിക ലോകത്ത് സൗദി അറേബ്യ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഭൗതികത. നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയോ? ഇന്ത്യ ചെയ്യുന്നത് ആലോചിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി അമേരിക്കക്ക് ഒരു പ്രദേശം വിട്ടുകൊടുത്ത് അവിടെ താവളം ഉണ്ടാക്കുന്ന നിന്ദ്യമായ പണി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും? ഇന്ത്യ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ? അമേരിക്കക്ക് താവളം ഉണ്ടാക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളെ സുരക്ഷിതത്വം നീ നടത്തി തരണം എന്ന് പറഞ്ഞു. അത്തരം വൃത്തികെട്ടവന്മാരായി അറബ് തമ്പുരാക്കന്മാർ മാറി. വൃത്തികെട്ടവന്മാരായി. ഇതിനേക്കാൾ വൃത്തികെട്ടവന്മാർ ഈ ഭൂമി കുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൈബിളോ ഞാൻ വെറുതെ പറയുന്ന സംഗതിയല്ലേ. ശത്രുവിനെ ഇന്ത്യക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പണിയെടുത്തിട്ട് എന്നിട്ട് അവരുടെ ആക്രമണം പ്രതിരോധിക്കില്ല എന്ന് മാത്രമല്ല, ശത്രുവിന്റെ ആക്രമണം പ്രതിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വയം കൊണ്ട് സംരക്ഷിക്കാൻ പോലുമുള്ള അവസ്ഥയില്ലാതെ ഗതികെട്ട അവസ്ഥ. ഇതാണ് നിന്യതയുടെ മേൽ നിന്യതാണ്. അതാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഒരു ഇർക്കിൾ അവരുടെ മുമ്പിലൊക്കെ ഇർക്കിളാണ്. ആ ഇർക്കിളിൽ നിന്ന് നേരിടാൻ പോലും, ഒരു ഹോർമൂസ് കടലിനെ പ്രതിരോധിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അമേരിക്കയെ ഉൾപ്പെടെ നിന്ദ്യമാക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോ യേശു പറഞ്ഞ ഈ ബൈബിളിൽ നിന്ന് കിടക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലേ? റോമം തീർച്ചവരെ കീഴ്പ്പെടുത്തി കൊടുത്തില്ലേ? റസൂലിനോ
റോമപേർഷ്യ എന്ന് പറഞ്ഞാല് ചെറിയൊരു ഭാഗം മാത്രം. അതാണ് ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത്. ഒരുപാട് 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 ഇന്ത്യ കൂടിയ ജസീറത്തുൽ അറബിന് പുറമെയാണ് റോമും പേർഷ്യയും ഇന്ത്യ ഉൾപ്പെടെ. അവർക്ക് ആ കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. ഈ ഖുർആനുമായി വന്നപ്പോ യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടക്കുന്നതിനെ പോലും വേവലാതിപ്പെടുന്ന അനുഗ്രഹീതമായ ഭരണാധികാരിയെ ഈ രാജ്യത്തിന് ലോകക്രമത്തിന് പ്രദാനം ചെയ്ത ഈ വ്യവസ്ഥ സ്വന്തം നാടും മഹലിലും പോലും ഉപയോഗിക്കാതെ നമസ്കാരം മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് തോന്നിയതുപോലെ ആവാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈബിളിൽ പോലും വിശ്വസിച്ചിട്ടില്ല. ബൈബിളും അതിനുശേഷം എന്ന ഖുർആനെ തീരെയും കയ്യിലെടുത്തിട്ടില്ല അറബ് തമ്പുരാക്കന്മാർ ഉൾപ്പെടെ. അതാണ് ബൈബിളിൽ യേശു ക്രിസ്തു ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും നിങ്ങൾ അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് അതെല്ലാം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കൊണ്ടുതരിക തന്നെ ചെയ്യും. ആകുലരാവരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടും. നാളത്തെ ദിനമുണ്ട്, എന്ത് വരുമെന്ന് നാളത്തെ ദിനമുണ്ടല്ലോ, നാളെ കാണാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അതും പേടിച്ച് ഈ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കല്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ആകുലപ്പെടും. ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം തന്നെ മതി. നിങ്ങൾ വേറെ ക്ലേശം ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ സ്വർഗസ്ഥരായ സ്വർഗത്തിൽ എന്തോ അങ്ങനെയാണോ ഉള്ളത് അതുപോലെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആയത്തിൽ കുർസി പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലവത്കാരമില്ല. നിർബന്ധിച്ചൊന്നും നിങ്ങൾ ആരും വിളിക്കൂല, അല്ലാഹു വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് സത്യവും അസത്യവും ഞാൻ വേർതിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യവും അസത്യവും വിദ്യകളും വ്യക്തമായി തന്നെ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ആരാണ് അല്ലാഹുവിന്റേതല്ലാത്ത സംവിധാനങ്ങളെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് വരുന്നു? അല്ലാഹുവിന്റേതല്ലാത്ത സംവിധാനങ്ങളുണ്ട്. പള്ളികൾ ഉൾപ്പെടെ എന്നതാണ്. പള്ളികൾ ഉൾപ്പെടെ അല്ലാഹുവില്ലാത്ത സംവിധാനങ്ങളാണ്. കാരണം നമസ്കാരവും സക്കാത്തും ഒക്കെ ചേർത്ത് വെച്ചതാ. ഇന്നത് കൂട്ടിയെടുപ്പിക്കാൻ തന്നെ തയ്യാറല്ല. അവിടെ സദക്ക കൊടുത്താൽ മതി. സദക്ക എങ്ങനെ സക്കാത്തിന് പകരമാകുക? സുന്നത്ത് നമസ്കാരം എങ്ങനെ ഫർദിന് സമമാകുക? അങ്ങനത്തെ പള്ളികളാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവാണ് സക്കാത്തിനെയും നമസ്കാരത്തെയും വേർപ്പെടുത്തിയ ആളുകൾക്ക് അത് പള്ളിയാണെങ്കിലും എന്ത് സംവിധാനമാണെങ്കിലും അവരെ ഞാൻ കൊന്നൊടുക്കുക തന്നെ ചെയ്യുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? താഗൂത്തുകളെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെടിയണം. എന്നിട്ട് ഇല്ലല്ലാഹ് എന്നതിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ആര് വരുന്നുവോ, ആരങ്ങനെ വിശ്വാസിയായിക്കൊണ്ട് കടന്നു വരുന്നുവോ, അവർ ബലിഷ്ഠമായ അവലംബപാശത്തെ അവർ പിടിച്ചിരിക്കുന്നു. അവർ പിടിച്ചു കഴിയും. കുഫറിനെ എല്ലാം തള്ളിക്കൊണ്ട് ഇതിലേക്ക് വരിക. ഇതിലേക്ക് പരിപൂർണമായി വന്നവൻ അവൻ പിടിക്കേണ്ടിടത്ത് പിടിച്ചു കഴിഞ്ഞു. അതൊരിക്കലും മറ്റുപോകുന്നതല്ല. അല്ലാഹു സമീഉൻ അലീം. അല്ലാഹു ആവട്ടെ അവന്റെ എല്ലാം കേൾക്കുന്നവനും സകലതും അറിയുന്നവനും. അല്ലാഹു വലിയുല്ലദീന, അങ്ങനെ ഒരാൾ വന്നാൽ എല്ലാത്തിനെയും വെടിഞ്ഞ് അല്ലാഹ് എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിനും അതേപോലെ ഇഖ്മാത്തിന്റെ ഹുക്കുമത്തെ ഇലാഹിയിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹു വലിയുല്ലദീന, അത്തരം വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വലിയാണ്. അവരുടെ രക്ഷകൻ അല്ലാഹുവാണ്. യുഖ്രിജുഹും മിനൽ അല്ലാഹു വലിയുല്ലദീന, അത്തരം വിശ്വാസികളുടെ വലിയ അല്ലാഹു ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും എന്നിട്ട് എന്ത് ചെയ്യും? യുഖ്രിജുഹും മിനൽ ദുൽമാതി ഇലൻ നൂർ. എല്ലാ ദുൽമാത്തുകളും ഒരുപാട് മദ്യം, വിചാരം, ചൂതാട്ടം, അതിനെ കൊണ്ട് നടക്കുന്ന ഭരണവ്യവസ്ഥ, അത് ജനാധിപത്യവും അതേതരത്തെ കമ്മ്യൂണിസ്റ്റ് എന്തോ ആവാം. ആ ദുൽമാത്തുകൾ ഒരുപാട് കിടക്കുന്നു. ആ ദുൽമാത്തുകളിൽ നിന്ന് മുഴുവനും അല്ലാഹു കൊണ്ട് പൊക്കും. ഇവനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ജനതയെ പൊക്കിയതുപോലെ 25 ലക്ഷം ആളെ കഴിഞ്ഞ മുമ്പേ 25 ലക്ഷത്തിന് കപ്പലുണ്ടാക്കി പൊക്കിയെടുത്തതുപോലെ അല്ലാഹു പൊക്കും. അല്ലാഹു എന്ത് ചെയ്യും? എന്നിട്ട് അവരെ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. എന്നാൽ അല്ലാഹു മാത്രമാവും സഹായി, രക്ഷകനും അല്ലാഹു മാത്രമാവും. അവൻ അവരെ സകലവിധ ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിട്ടോ വല്ലദീന കഫറൂ യുഖ്രിജൂനഹും മിനൻ നൂരി ഇലാ ദുൽമാത്ത്, സത്യത്തെ നിഷേധിക്കുന്ന ജനമോ അവരുടെ സഹായികളും രക്ഷകരും താഗൂത്തുകളാണ്. അവർക്ക് ഇങ്ങനെ ജനാധിപത്യം, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വരെ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. മരണമുഖത്ത് പ്രത്യേകിച്ച് ആരും വരില്ല. മരണമുഖത്ത് ഒരാളും വരില്ല. അവനിങ്ങനെ വെപ്രാളപ്പെട്ട് കണങ്കാലുമായി കെട്ടിപ്പിണഞ്ഞ് ഇനി വേറെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രംഗത്തെ കുറിച്ചൊക്കെ അത്തരക്കാരുടെ മരണത്തിന്റെ ഭയാനകമായ രംഗം പറയുന്നുണ്ട്. അവരവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക്, ഒരുപാട് ഇരുട്ടുകളിലേക്ക്, അന്ധവിശ്വാസവും അനാചാരമോ ഇരുട്ടുകളിലേക്ക് അവരെന്ത് ചെയ്യും? നയിക്കുക തന്നെ ചെയ്യും. അവർക്ക് എത്തിപ്പെടുന്നത് നരകത്തിലാണ്.
അതൊരു ആഴ്ച കൊണ്ട് തീരൂല, ഒരു മാസം കൊണ്ട് തീരൂല, അവർ എന്നെന്നും അതിൽ വസിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, പെട്ടെന്ന് കുടുംബസംഗമം പല കോലത്തിൽ നിന്ന് വിളിക്കാൻ പറ്റും. നമുക്ക് ഓൺലൈനൊക്കെ ഉണ്ട്, ഓൺലൈനിലൊക്കെ വിളിക്കാം. എവിടെ കിടക്കുന്ന മകനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണിക്കൂർ കണക്കിന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റും, ചർച്ച ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓരോ ആയത്തുകളും അവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റും. അവര് വല്ലാതെ വെറുപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അവർ മൂട് വല്ലാതെ പോവുകയാണെങ്കിൽ ആ സമയത്ത് അവർ വിളവ് കൊടുക്കുകയും കേൾക്കാൻ താല്പര്യമുള്ള മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം. അങ്ങനെ സംസാരിച്ച് ഈ വെക്കേഷൻ സമയത്ത് എല്ലാം സംസാരിക്കണമെന്നല്ല പറഞ്ഞു. നല്ല നല്ല ഭക്ഷണവും വിഭവങ്ങളും യാത്രയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ചേർത്ത് ഇപ്പോഴും കച്ചവടം തന്നെയാണെന്ന് പറഞ്ഞ് കച്ചവടമായിട്ട് ചെല്ലുമ്പോഴേക്കും ഈ മുതലും എല്ലാം നഷ്ടപ്പെട്ടു പോകും, കുടുംബവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ലീവ് എടുത്തിട്ടാണെങ്കിലും മാറി നിന്നിട്ടാണെങ്കിലും വിട്ടുകളഞ്ഞിട്ടാണെങ്കിലും ചില കച്ചവടങ്ങൾ ഒഴിവാക്കണം. കുടുംബത്തെ കിട്ടണമെങ്കിലും കുടുംബം കിട്ടേണ്ടത് കച്ചവടമല്ല. കച്ചവടം വിട്ടിട്ട് കുടുംബത്തെ ക്ഷീണിപ്പിക്കണം. അതുകൊണ്ടാണ് കോൺഗ്രസും അഭിനയിക്കുന്ന ആളാന്ന് പറയുന്നത്. നിങ്ങൾ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, ഗൗരവത്തോടുകൂടി കാര്യഗൗരവത്തോടുകൂടി നമ്മൾ കാര്യത്തെ കാണാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടർത്ഥത്തിലാണ് ഇന്നിപ്പോ റിസൾട്ട് കാത്തിരിക്കുന്നത്. 4-ാം തീയതി റിസൾട്ട് കാത്തിരിക്കുന്നത്. ഒന്ന് ദീനീ സ്പിരിറ്റോടുകൂടി അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം നൽകും, ഞങ്ങളെടുത്ത പണിയുടെ പ്രതിഫലം കാത്തിരിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ തന്നെയുണ്ട്, ഇന്ത്യയിൽ തന്നെ. എന്നാൽ വേറെ കുറച്ച് ലക്ഷ്യങ്ങളാണ് വിജയം ഉദ്ദേശിക്കുന്നത്. തന്റെ പാർട്ടി, തന്റെ സംവിധാനം, അതൊക്കെ വളരെ വിജയിക്കണം. ഏതാണ് നമ്മൾ റബ്ബിന്റെ പ്രതിഫലം? ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന സംഘം വിജയിപ്പിക്കണമേ, അതിന് ഇസ്സത്ത് നൽകണമേ, അതിന്റെ നിലപാടിൽ നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു തരം വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഇന്ത്യയിൽ തന്നെ. എന്നാൽ അതോടൊപ്പം അതൊക്കെ രാഷ്ട്രീയമാണ്, അതിലൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ വേറെ സംഗതികളിലേക്ക് കൊണ്ടുപോകണം. അന്ന് രാഷ്ട്രീയ ചുറ്റുബന്ധം എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കോലത്തിൽ അങ്ങനെ അത് ഭൗതികമായി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസത്തെ കണ്ടതുപോലെ ഭൗതികമായി മാത്രം അതിന്റെ വിജയപരാജയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ ഭൂമുഖത്ത് നമുക്കൊരായുസുള്ളൂ. നമുക്ക് ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെ സമർപ്പിച്ച് അതിന്റെ വിജയം കാത്തിരിക്കാൻ വേറൊരു ജന്മമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതങ്ങ് നടത്തുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെടുമെന്ന വിചാരത്തെ യേശു ക്രിസ്തു അതുപോലെ പൊളിച്ചു കളയുകയും എന്നിട്ട് ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.